ഹലോ എവരിവൺ, വെൽക്കം ടു എമീസ് വേൾഡ്. നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ അൽഫാം മന്തി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ആദ്യം തന്നെ മന്തി മസാല പൗഡർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും കുരുമുളകും 3 കൂടി വറുത്ത് പൊടിച്ചെടുത്താണ് ഈ പൗഡറും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. അടുത്തതായി മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായി മല്ലിയില, പുതിനയില, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി എന്നിവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഈ പേസ്റ്റ് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് മന്തി മസാല പൗഡർ കൂടി ചേർക്കാം. 2 ഡ്രൈ ലെമണും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 2 ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഓയിലും മസാലയും മാറ്റി വെക്കാം. അത് നമുക്ക് റൈസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ആഡ് ചെയ്യാം. റൈസ് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർക്കാം. എന്നിട്ട് ബാക്കി റൈസ് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിലോട്ട് 2-3 പച്ചമുളകും കുത്തി വെക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത മന്തി മസാല പൗഡർ കൂടി ആഡ് ചെയ്യാം. ഫൈനലി സ്മോക്കി ഫ്ലേവറിനായിട്ട് ചാർക്കോൾ കൂടി കത്തിച്ച് നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.